കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി എന്താണ് UDF പറഞ്ഞിരുന്നത്, കോൺഗ്രസ് പറഞ്ഞിരുന്നത്, അത് ജനങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളുകയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും ദുഃഖവും ഒക്കെ കണ്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന ഒരു ഉത്തമ പ്രതിപക്ഷമായി ഞങ്ങൾ നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിജയം ഞങ്ങൾക്ക് ജനങ്ങൾ സമ്മാനിച്ചത്. എന്തായാലും പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ജനങ്ങളെ കേൾക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വൈമുഖ്യവും കേരളത്തിലെ നിരവധി മന്ത്രിമാരുണ്ടായിട്ട് പോലും ഏതെങ്കിലും കാര്യക്ഷമമായ കാര്യത്തിൽ ഇടപെടുന്ന ഒരു മന്ത്രി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്ന സാഹചര്യം കേരളത്തിലെ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ. പിണറായി വിജയൻ ഉൾപ്പെടെ 20 മന്ത്രിമാരാണ് മത്സരിച്ചത്. അതിൽ 13 മന്ത്രിമാരും തോറ്റു. കേരള ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. മന്ത്രിമാർ തോൽക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ 13 മന്ത്രിമാർ, 1 ഡസനിലേറെ മന്ത്രിമാർ ഒറ്റയടിക്ക് തോറ്റു എന്നുള്ളതാണ്. ഇതിൽ കരുത്തരായ മന്ത്രിമാരും ഉണ്ടായിരുന്നു. MP രാജേഷ് ഇതിൽ ഉൾപ്പെടുന്നു, റോഷി അഗസ്റ്റിൻ ഇതിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഗണേഷ് കുമാർ 25 വർഷമായി ഒരേ മണ്ഡലം പത്തനാപുരത്ത് നിന്ന് ജയിച്ചു വരുന്നയാളാണ്. അവിടെ ജ്യോതികുമാർ ചാമക്കാലയോട് ഗണേഷ് കുമാർ പരാജയപ്പെട്ടു. പിണറായി വിജയൻ ഉൾപ്പെടെ 7 പേർ ജയിച്ചു. പക്ഷേ പിണറായി വിജയന്റെ ഈ വിജയം ഒട്ടും അതൊരു അലങ്കാരമാണെന്ന് കരുതാനാവില്ല. അവിടെ അബ്ദുൾ റഷീദ് 6 റൗണ്ട് 7ാമത്തെ റൗണ്ടിലാണ് മുന്നിൽ വന്നത് അല്ലേ? 8ാമത്തെ റൗണ്ടിലാണ് പിണറായി വിജയൻ മുന്നിൽ വന്നത്. അത് തന്നെ ധാരാളമായിരുന്നു. അത് പിണറായി വിജയന്റെ തോൽവിയാണ്, കനത്ത തോൽവിയാണിത്. വെറും 11,000-ഓളം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു പിണറായി വിജയൻ. അപ്പോൾ ഇന്നത്തെ ചുണക്കുട്ടി എന്ന് പറയുന്നത് VP അബ്ദുൾ റഷീദാണ്. VP അബ്ദുൾ റഷീദിനെ മികച്ച ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കേണ്ടി വരും കോൺഗ്രസ് നേതൃത്വം. കാരണം അത്രയും വലിയ പോരാട്ടമാണ്. പോസ്റ്റർ എഴുതാൻ പോലും അബ്ദുൾ റഷീദിനെ അവിടെ CPM-ന്റെ അണികൾ അനുവദിച്ചിരുന്നില്ല. ബാനർ വയ്ക്കാൻ അനുവദിച്ചിരുന്നില്ല. ഫ്ലെക്സുകൾ ഉയർത്താൻ അനുവദിച്ചിരുന്നില്ല. വധഭീഷണിക്കിടയിലാണ് അബ്ദുൾ റഷീദ് അവിടെ മത്സരിക്കുകയും ക്യാപ്റ്റൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുങ്ക് കാണിച്ചിരുന്ന പിണറായി വിജയനെ അവിടെ തളയ്ക്കുവാൻ പരമാവധി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്ത് ജനങ്ങൾ അബ്ദുൾ റഷീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി അണികളുടെ വോട്ടിൽ അവിടെ പിണറായി വിജയന് ജയിച്ചു വരാൻ കഴിഞ്ഞു. മറ്റെവിടെയാണെങ്കിലും പിണറായി വിജയൻ തോറ്റേരും. ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിച്ചത് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബലം നിങ്ങളൊന്ന് പരിശോധിക്കണം. എന്താണ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ബലമായി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായി കോൺഗ്രസ് നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിനകത്ത് ഞങ്ങൾക്കൊരു സംശയവുമില്ല. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള അട്ടിമറി വിജയം. ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ ഉരുക്കുകോട്ടയായിട്ട് എല്ലാ കാലവും ആലപ്പുഴയിലെ സമര സംവിധാനങ്ങളെ പറ്റിയുമൊക്കെ എല്ലായ്പ്പോഴും വാദോരാതെ പ്രസംഗിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ. ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള CPM-ന്റെ വോട്ടിൻ്റെ പതനം നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് പരിശോധിക്കുന്നത് കൊല്ലം ജില്ലയിലുണ്ട്. കൊല്ലം ജില്ലയിൽ എക്കാലത്തും കൊല്ലം ജില്ലയിൽ ഉറച്ച കോട്ടയായി CPM-നൊപ്പം നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ 12 സീറ്റുകളോളം കോൺഗ്രസിന് വിജയിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലല്ലേ UDF-ന് വിജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി എന്താണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങളോട് മുന്നിൽ പറയാൻ ആഗ്രഹിച്ചത്? അത് ജനങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിവിടെ കാണുന്നത് ശരിയാണ്. കോൺഗ്രസിന്റെയും UDF-ന്റെയും വിജയം എന്ന് പറയുന്നത് ഒട്ടും കുറച്ച് കാണാൻ പറ്റുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾക്കൊണ്ടു, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ ജനങ്ങൾ ശിക്ഷ നൽകുകയായിരുന്നു, ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു LDF ഭരണത്തിന്. പ്രത്യേകിച്ച് പിണറായി വിരുദ്ധത ഇവിടെ വലിയ രീതിയിലുണ്ടായിരുന്നു. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനുള്ള ഒരു മറുപടി. അത് മാത്രമല്ല CPM-ന്റെ അണികളാണ് നിങ്ങളെ വിജയിപ്പിച്ചത് ശ്രീ അഖിൽ. അത് നിങ്ങൾ കാണാതെ പോകരുത്. കാരണം അവർക്ക് ധാരണയുണ്ടായിരുന്നു ഇനി ഒരിക്കൽ കൂടി ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് CPM-ന്റെ പതനമായിരിക്കുമെന്ന്. അത് അവർ അനുവദിച്ചു കൊടുത്തില്ല. അത് AK ആന്റണി കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. താങ്കളതൊന്നുകൂടെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് റിവൈൻഡ് ചെയ്താൽ മതി. ഞാൻ കൃത്യമായി അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് CPM ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും ഈ ഭരണത്തിന് വിരോധമുണ്ടായിരുന്ന ആളുകൾ മുഴുവനായി ഒന്നടങ്കം കോൺഗ്രസിന് വോട്ട് ചെയ്തതിൻ്റെ വിജയം തന്നെയാണ്. ഞങ്ങൾ പരിപൂർണമായി കിട്ടിയ വോട്ടുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ഈ പിണറായി വിരുദ്ധതയ്ക്കും CPM വിരുദ്ധതയ്ക്കും എതിരായി ഞങ്ങൾക്ക് കിട്ടിയ വോട്ടുകൾ തന്നെയാണ്. ഇവിടെ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഈ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഭവിക്കാൻ ഉണ്ടാക്കിയിരുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ കാണുന്ന AD തോമസ് ആലപ്പുഴ. AD തോമസ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചത് അത് CPM-ന്റെ അണികൾ കൂടിയായിരിക്കും. അവിടെ AD തോമസ് എന്ന യുവാവിനെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. അത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ ഒരു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മുഖ്യമന്ത്രിക്ക് നവകേരള യാത്ര നടത്തുവാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഗൺമാന്മാർ മർദ്ദിച്ചയാളാണ് AD തോമസ്. ഉജ്ജ്വല വിജയമാണ് ആലപ്പുഴയിൽ AD തോമസിന്റെ ശരീരത്തിന് കിട്ടിയ ആ ഒരു
മർദ്ദനം ഇന്ന് പിണറായി വിജയൻ്റെ മുഖത്തേക്ക് എ ഡി തോമസിൻ്റെ വിജയം കൊണ്ട് കിട്ടിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. KSU ജില്ലാ പ്രസിഡന്റാണ്. നിങ്ങളൊന്ന് നോക്കൂ, മനോഹരമായ ചെറുപ്പക്കാർ ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ VT സൂരജ്, VT സൂരജ് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. കോഴിക്കോടിൻ്റെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ജയിച്ചു. അബിൻ വർക്കി ആറന്മുളയിൽ അദ്ദേഹം ജയിച്ചു. നിങ്ങൾ ചാണ്ടിയുമ്മനെ ഒന്ന് പരിശോധിക്കൂ. ചാണ്ടിയുമ്മൻ ഒരു പോസ്റ്റർ ഇല്ല, ഫ്ലെക്സ് ഇല്ല, ഏറ്റവും മികച്ച ഭൂരിപക്ഷം 53,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ മഞ്ജുഷയുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് പോലും നമുക്ക് പ്രത്യക്ഷത്തിൽ ഓർമ്മ വരാത്ത ഒരു സ്ഥാനാർത്ഥിയായി, അപ്രസക്തമായ സ്ഥാനാർത്ഥിയായി അദ്ദേഹം അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു വിഷയത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാം. കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ 3 മേഖലാ ജാഥകൾ നടത്തി. മഞ്ജുഷ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മേഖലാ ജാഥകളിലെല്ലാം തന്നെ പിണറായി വിജയൻ മധ്യ തിരുവിതാംകൂറിന് ഇങ്ങോട്ടുള്ള ജാഥകളിൽ എന്തായിരുന്നു പ്രസംഗിച്ചത്? ആ പ്രസംഗം നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കൂ. ഈ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണത്തിന് മുസ്ലിം ലീഗാണ് ഇവിടെ നേതൃത്വം കൊടുക്കുന്നതെന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് മധ്യ തിരുവിതാംകൂറിന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വോട്ടിനകത്ത് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായ വർഗീയത പറഞ്ഞുകൊണ്ട്, വർഗീയതയുടെ രാഷ്ട്രീയം വിളമ്പിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കടുത്ത ഭാഷയിൽ എതിർക്കുകയും അതേസമയം തന്നെ SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ മടി കാണിക്കുകയും ചെയ്ത ഒരു CPM നേതൃത്വത്തെ ഇവിടെ കണ്ടു. വലിയ നേതാക്കളാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ചന്ദ്രകാന്ത് വിശ്വനാഥൻ, ഞങ്ങളുടെ വെബ് എഡിറ്റർ, അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറേ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭരണത്തെ ഒരു ഏകാധിപത്യ സംവിധാനമാക്കി, കപ്പലും കപ്പിത്താനുമാക്കി പുകഴ്ത്തുന്നവർക്ക് അതിവേഗം ഉയർന്നു പോകുവാൻ അവസരമുണ്ടാക്കി കൊടുത്തു, പലരെയും പാർട്ടിയിൽ നിന്ന് അകറ്റി. അതുപോലെ തന്നെ സുധാകരനെ പോലെ പൊതുസമൂഹത്തിൽ മതിപ്പുള്ള മുതിർന്ന നേതാക്കൾ അകലാൻ തുടങ്ങിയപ്പോൾ നേതൃത്വം പരിഹാസത്തോടു കൂടിയാണ് അദ്ദേഹത്തെ പോലുള്ളവരുമായിട്ട് ഇടപെട്ടത്, പ്രതികരിച്ചത്. ഒരു കാലത്ത് CPMന്റെ മുഖമുദ്രയായി പറഞ്ഞിരുന്ന നേതാക്കളുടെ എന്തിനേയും എതിർക്കുവാനുള്ള ഒരു ആർജവും ഉണ്ടല്ലോ, പക്ഷേ അത് പിന്നീട് ഈ ഭരണത്തിന് കീഴിൽ അഹങ്കാരത്തിലേക്ക് വഴിമാറുകയാണ് ഉണ്ടായത്. കൃത്യമായ നിരീക്ഷണമാണല്ലോ ഇതൊക്കെ. അല്ല, ഞാൻ പറഞ്ഞത് സുധാകരന്റെ കാര്യം തന്നെ, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ്, എല്ലാ കാലവും അത്രമാത്രം സീനിയോറിറ്റിയുള്ള, അത്രമാത്രം മാന്യമായ ഇടപെടൽ അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പുകൾ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കില്ലേ. അത്രയും ആത്മാർത്ഥമായി രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തന രംഗത്ത് തിളങ്ങി നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അദ്ദേഹത്തിനെ ഉപയോഗിച്ച ഭാഷ എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിലൂടെ അധിക്ഷേപിക്കുന്ന ഭാഷ നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തെ സുധാകരനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞത് ഈ വൃദ്ധന്റെ മറ്റേ ഈ ഭരിക്കാനുള്ള അധികാരമോഹമാണ് എന്ന്, ഒരു വൃദ്ധന്റെ അധികാരമോഹമായി സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയില്ലേ, കളിയാക്കുകയല്ല. സുധാകരനേക്കാൾ പ്രായമുള്ളയാളാണ് പിണറായി വിജയൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് എന്തുമാത്രം മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് സുധാകരനെ പോലെയുള്ള ആളുകൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ ഫാൻസ് അസോസിയേഷൻ നടത്തിയത്. ഞാൻ മഞ്ജുഷിനോട് ഒരു കാര്യം പറയാം, ഇതേ പിണറായി വിജയന്റെ ശൈലി ഇതല്ലേ? എന്തായിരുന്നു ബഹുമാനായ VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞിരുന്ന വാചകങ്ങൾ? അദ്ദേഹം കേരളത്തിന്റെ ഒരു കാലത്ത് ജനങ്ങൾക്കിടയിൽ നിന്ന നേതാവല്ലേ? VS അച്യുതാനന്ദനെതിരെ നടത്തിയിരുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, മഞ്ജുഷേ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് നാളെ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഏത് ചോദ്യം ചോദിക്കാനും ഒരു മടിയില്ലാതെ ചോദിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. UDFന്റെ ഭരണം ഇതുപോലെയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, വിമർശിക്കുകയും ചെയ്യും. ഞാൻ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അവസരം. മഞ്ജുഷ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അത് വന്ന് ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് പറയുന്ന ഒരു മന്ത്രി ആയിരിക്കില്ല, മുഖ്യമന്ത്രി ആയിരിക്കില്ല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ പറയാൻ നമുക്ക് കഴിയും. ഇതിനു മുൻപുള്ള ഉമ്മൻചാണ്ടി ഭരണം കൂടി നമുക്ക് ആലോചിക്കണം. കാരണം ഇപ്പോൾ LDF നേതാക്കൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്, നിങ്ങൾ ഈ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചതുപോലെ UDF വരുമ്പോൾ അവരെയും വിമർശിക്കാൻ തയ്യാറാകണമെന്ന്. ഈ 10 വർഷം മുൻപത്തെ കാര്യം മറന്നു പോകാൻ മാത്രം ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. ഉമ്മൻചാണ്ടി ഭരണത്തെ വിമർശിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് തെറ്റാണ്. ഉമ്മൻചാണ്ടി ഭരണത്തിലാണ് ഏറ്റവും വലിയ മാധ്യമ വിചാരണ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ഭരണത്തിനെതിരെ മാധ്യമങ്ങൾ നടത്തിയ വിമർശനം, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിയ വിമർശനം അത്രയും കട്ടിയിൽ വന്നിട്ടില്ല ശരിക്കും. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ UDF ഭരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും UDF പക്ഷത്താണെന്ന്. ഇത് എന്ത് മറവിയാണിത്? മഞ്ജുഷ, ജനാധിപത്യത്തിന്റെ ഒരു 3rd പില്ലറാണ്, ഒരു 4th പില്ലറാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, ജനങ്ങളുടെ ഒരു
ഒരു കണ്ണായി കാതായി പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തകരാണ്. ആ മാധ്യമ പ്രവർത്തകർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തൂണിനപ്പുറത്തേക്ക്, ഒരു ഗ്ലാസ് മുറിയുടെ അപ്പുറത്തേക്ക് ഇരിക്കുന്നു. മറ്റൊരു റൂമിൽ ഇരുന്ന് എഴുതി പേപ്പറിൽ എഴുതി നൽകുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളാൻ കഴിയും? അതാണ് മാധ്യമ പ്രവർത്തനമെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമുള്ള നാടായി നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട്. ഞാൻ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ DYFIയുടെയും CPMന്റെ നേതാക്കന്മാരെയൊക്കെ മൈക്ക് കൂടെ വെല്ലുവിളിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്: നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, DYFIക്കാരെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഒരു വികസന വിഷയം സംസാരിക്കുകയോ പോയി ഒരു സ്പെയറിന് ഒരു സെൽഫി എങ്കിലും എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ, ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കാമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആളിന് പോലും അപ്രോച്ച് ചെയ്യാൻ കഴിയാത്തൊരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഏതെങ്കിലും മന്ത്രിമാരെടുത്ത് ഒരു ജനകീയ വിഷയവുമായി കേരളത്തിലെ സാധാരണക്കാർക്ക് പോകാൻ കഴിയുമായിരുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ ചെന്നെത്താൻ കഴിയുമായിരുന്നു? അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വേണം. വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ തുടരാൻ അർഹനല്ല. ജനങ്ങൾ അത് മനസ്സിലാക്കി കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.